പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലൈവ് വരാൻ കാര്യം ചില രാഷ്ട്രീയ കാര്യങ്ങളും ചില സമുദായ കാര്യങ്ങളും പറയാനായിട്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇന്ന് ഇലക്ട്രിസിറ്റിക്ക് യൂണിറ്റിന് 15 പൈസ വെച്ച് കൂട്ടിയിട്ടുണ്ട്. അതല്ല, അവർ 50 പൈസ കൂട്ടിയാലും പൊതുജനങ്ങൾ കൊടുക്കും. കാരണം അവർക്ക് ജീവിക്കണ്ടായോ. എന്നാൽ ഇതിനൊക്കെ കാരണക്കാരാരാണെന്ന് പൊതുജനങ്ങൾ ചോദിച്ചാലും പൊതുജനങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ല. ചോദിച്ചാൽ പ്രശ്നമാവും. എന്ന് ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുൻപ് പല കമ്പനികളുമായിട്ട് 4 രൂപയ്ക്ക് കറണ്ടിന് KSB കോൺട്രാക്റ്റ് ചെയ്തു, ഒപ്പിട്ടു. എന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞു അത് ഇതല്ല, കോൺട്രാക്റ്റ് ശരിയല്ല, അത് ക്യാൻസൽ ചെയ്തു. എന്നാൽ ചിന്തിക്കണം, ഇതിനകത്ത് എന്താ തെറ്റ് വന്നിരിക്കുന്ന, തിരിച്ചത് കോൺട്രാക്റ്റ് ശരിയാക്കാൻ വേണ്ടത്. ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് ഈ KSBക്കും പൊതുജനങ്ങൾക്കും ഇടയിലുള്ള ആളാണ്. അവരുടെ കാര്യമെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്കും KSBക്കും ദോഷം വരാത്ത വിധത്തിൽ ഇടയ്ക്ക് പ്രവർത്തിക്കുകയാണ്. എന്നാൽ അവർ സ്വാർത്ഥരാണ്. അവിടെ ഇരിക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്കൊരു കുഴപ്പമില്ല. 50 രൂപ കൂടിയാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പഴയ കമ്പനിക്കാരെ അടുത്ത് എന്നപ്പോൾ അവർ പറഞ്ഞു 200 രൂപ വെച്ചാണെങ്കിൽ തരത്തുള്ളൂ. ഇരുന്ന് പിടിച്ചോണ്ടിരിക്കെ അതിൻ്റെ ബാക്കി ഇപ്പോഴേ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞിട്ടുണ്ട്. അത് ഇഫക്റ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോ പറയാറുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയവും മതവും പൊതുജനങ്ങളെ നശിപ്പിക്കാനായിട്ട്, അവരെ കഴുത്തറുത്ത് രക്തം കുടിച്ച് ജീവിക്കാനായിട്ടുള്ള 2 കൂട്ടരാണ്. എന്നാൽ ഞാൻ പ്രത്യേകം പറയാൻ പോകുന്നത്, കുറേ കാലങ്ങളായിട്ട് ഓട്ടുസഭ കരഞ്ഞു കൂവിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മെത്രാനും പുരോഹിതനും എല്ലാം കരഞ്ഞു കൂവിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സഭയിലെ മിക്ക കൊച്ചു പിള്ളേരും, അതായത് +2 പാസ്സായ പിള്ളേരും, അവർ ഇന്ത്യക്ക് വെളിയിൽ പോയി പഠിച്ച് അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു, പഠിക്കാൻ പോകുന്നു. പിന്നെ അവരവിടെ സെറ്റിൽ ചെയ്യും. അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുക. ഇവരുടെ അപ്പൻ്റെ കാശ് കൊണ്ടാണോ അവർ പഠിക്കാൻ പോയത്? അല്ലല്ലോ. സഭ വല്ലതും കൊടുത്താണോ അവർ പഠിക്കാൻ പോയത്? അല്ലല്ലോ. അല്ല, സഭ അവരെ ഇവിടെ നിർത്തിയാൽ നിങ്ങളുടെ ദേവാലയത്തിൽ വന്ന് ഇത് കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് അവരുടെ ജീവിതം ശരിയാവുമോ? എന്നാൽ പോട്ടെ, അതെന്തുകൊണ്ടാണ് ഇവർ കരയുന്നറിയാമോ? ഈ പുരോഹിതന്മാരും മെത്രാന്മാരും കരഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ഭാവി അവതാളത്തിലാകും എന്നുകൊണ്ടാണ്. കാരണം പള്ളികളിൽ നേർച്ച കാഴ്ചയും മറ്റും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് 3 നേരത്തെ സുഭിക്ഷ ഭക്ഷണവും എയർ കണ്ടീഷനകത്തും മറ്റേനും കിടന്ന് ഉറങ്ങാനൊക്കെ ഒത്തില്ല. എയർ കണ്ടീഷൻ കാറിൽ സഞ്ചരിക്കാനൊക്കെ ഒത്തില്ല. അതിൻ്റെ കൊണ്ട് ഈ കുറച്ച് നാളായിട്ട് ഓർത്തഡോക്സ് മെത്രാന്മാരും പുരോഹിതന്മാരും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവരന്നൊട്ടും ഇപ്പോഴും വിശ്വാസികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ഡോക്ടർ നൈനാൻ വി ജോർജ്, അതിനെക്കുറിച്ച് ഞാൻ ഡോക്ടറേറ്റ് എന്നൊരു കാര്യം, ഓട്ടോ സഭയിലെ മെത്രാന്മാരാണ് പുരോഹിതന്മാരും, അവർക്ക് ഡോക്ടറേറ്റ് എന്നൊരു വേട് അവരുടെ പേരിനോട് ചേർന്നില്ലെങ്കിൽ അവർക്ക് വലിയ മനപ്രയാസമാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊരു ആത്മീയ ശുശ്രൂഷകനാണോ? ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഡോക്ടറേറ്റ് എടുത്തത്? ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടു, ഒരു പുരോഹിതൻ സൈക്കോളജിയിൽ ഉന്നത ബിരുദമെടുത്തുണ്ട്. ഇവരൊക്കെ ഓരോരുത്തർക്കും ജോലി ചെയ്യുക. പുരോഹിത വേല ഒരു പാർട്ട് ടൈമാണ്.
അവർ കോളേജിലും സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, കാശ് പഠിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു പാർട്ട് ടൈം ജോലിയാണ് പുരോഹിത വേല. എന്നാൽ നൈനാൻവി ജോർജ് എന്ന പുരോഹിതനോട് എനിക്കൊരു ചോദ്യം. താങ്കൾ ദാനിയേലിൻ്റെ കാര്യം പറഞ്ഞു, യെരുശലേമിലേക്ക് തൻ്റെ കിളിവാതിട്ട് നോക്കി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നു. അതൊക്കെ ശരി. അദ്ദേഹം പറയുന്നത് വീട്ടിൽ പ്രാർത്ഥിക്കാത്തവർ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഈ വീടെന്ന് താങ്കൾ ഉദ്ദേശിച്ചത് ഏതാണ്? ഒരു ഭവനം, അതായത് മനുഷ്യർ താമസിക്കുന്ന ഭവനം. അവിടെ അവർ ഒരു കാര്യം പറയാം, ആ വീട്ടിൽ പലവിധമായ കാര്യങ്ങളുണ്ടാകും. പ്രാർത്ഥിക്കും, എല്ലാ കാര്യവും ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ദേവാലയത്തിൽ വരണം. അച്ഛനറിയത്തില്ല, അച്ഛനെ കോഴിക്കൂട്ടി കയറി കോഴിയെ പിടിച്ചിരുന്നാൽ മതി. ഒരു വീട്ടിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാത്രി ഏത് സമയത്താണെങ്കിലും എപ്പോഴും പലവിധമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. ഇല്ലെന്ന് പറയാമോ? അച്ഛന് തന്നെ പറയാം. അച്ഛൻ എന്നോട് പറയണ്ട, ഒരു പുരോഹിതൻ തന്നെ പറഞ്ഞു, ഞാൻ ഇത്ര വർഷമായി പുരോഹിത വര ചെയ്യുന്നു, ഇതുവരെ എനിക്ക് കുർബാന ചൊല്ലുന്ന സമയത്ത് എൻ്റെ മനസ്സ് പരിപൂർണമായി ആ കുർബാനയിൽ അർപ്പിക്കാൻ ഒത്തിട്ടില്ലെന്ന്. പിന്നെ താങ്കൾ എന്നോട് പറഞ്ഞു വരരുത്. ഇനി ഞാൻ പറഞ്ഞുതരാം. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഹന്ന വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടാണോ? ഹന്നയ്ക്ക് അവിടെ പ്രാർത്ഥിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. പെണ്ണിന് അവളെ ഇടം മൂലം അവളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ കരഞ്ഞു വിഷമിച്ചിരിക്കുകയായിരുന്നു. അവിടുന്നാണ് അവൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത്. അവിടുന്നാണ് ശൗവലിനെ കിട്ടുന്നത്. താങ്കൾ പറഞ്ഞു ദേവാലയത്തിൽ വീട്ടിൽ പ്രാർത്ഥിക്കാത്തവർ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഒരു പ്രയോജനമില്ലെന്ന്. എന്നിട്ട് താങ്കൾ പറയുന്നു ദൈവത്തിൻ്റെ എപ്പോഴും അവിടെ ദൈവത്തിൻ്റെ കണ്ണുണ്ട്, കാതുണ്ടെന്ന് പറയുന്നു. ഞാൻ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതനാണല്ലോ, നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ലൈവ് സ്ട്രീമിങ് എല്ലാം ഉണ്ട്, എല്ലാ ഇടവകയിലും പള്ളികളിലും വന്ന്. ഞാൻ പറഞ്ഞുതരാം, ഈ അടുത്ത സമയത്ത് നടന്ന പല സംഭവങ്ങളും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓരോ ആചാരങ്ങൾ ഉണ്ടാക്കും. ഈ ആചാരങ്ങൾ ആർക്ക് വേണ്ടിയാ? വിശ്വാസികൾക്ക് വേണ്ടിയാ. എന്നാൽ ആ ആചാരങ്ങൾ നിങ്ങൾ തന്നെ ലംഘിക്കുന്ന എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ ദിവസം ഒരു കുർബാന ചെയ്യുന്ന ഒരു മെത്രാൻ മടുവായി കുർബാന ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ മെത്രാൻ കുർബാന ചൂണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സൈഡിൽ എപ്പോഴും ഒരു ശുശ്രൂഷക്കാരൻ കാണും. ഏത് പുസ്തകമാണ് ഉടനെ ബാക്കി എടുത്തു കൊടുക്കേണ്ടതെന്ന് നോക്കി ആ ശുശ്രൂഷക്കാരനൊരു പുസ്തകം എടുത്തു കൊടുത്തപ്പോൾ ആ മെത്രാൻ ആ പുസ്തകം പിടിച്ച് മേടിച്ച് വലത്തോട്ട് ഏറാണ്. തനിക്ക് അതിനെക്കുറിച്ച് വല്ലതും പറയാമോ? അത് വേണ്ട. എന്തുകൊണ്ടാണ് ഈ വിവാഹ ശുശ്രൂഷയെക്കുറിച്ച് തന്നെ ഞാൻ തന്നോട് ചോദിക്കാൻ, നീയൊക്കെ ഏത് മറ്റിടത്ത് നോക്കിക്കൊണ്ടാണ് നീക്ക് ഈ വിശ്വാസികളെ കുറ്റം പറയുന്നത്? വിവാഹ ശുശ്രൂഷയിൽ മിന്നുകെട്ട്, മന്ത്രകോടി, അത് ഞാൻ ലൈവ് പറഞ്ഞത്, അത് നീ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഈ അടുത്ത സമയത്ത് നടന്ന സംഭവമാണ്. മത്തായി കുന്നേൽ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ഒരു പുരോഹിതനാണ്. രാജൻ വർഗീസും ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ഒരു പുരോഹിതനാണ്. മത്തായി കുന്നിലാണ് അംശവസ്ത്രവും ധരിച്ചുകൊണ്ട് വിവാഹം നടക്കുന്ന സമയത്ത് ആ ചെറുക്കനെ മണവാട്ടിയുടെ പുറകിൽ നിർത്തിക്കൊണ്ട് അവന് മിന്നിയറുടെ കൈ കൊടുക്കുന്നത്. അവനത് കെട്ടി. അത് കഴിഞ്ഞപ്പോൾ ഒരു മുടി വെച്ചവൻ എന്തോ അവൻ്റെ ഉദ്ദേശമൊന്നും എനിക്കറിയത്തില്ല, പറഞ്ഞുതരാം. ഒരു മെത്രാൻ മന്ത്രകോടി രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചേച്ച് ഈ പള്ളാരിമല അത് പറഞ്ഞില്ല, ആ എടുത്ത് വെച്ചേച്ച് ഈ മണവാളൻ ചെറുക്കനെ
ഈ പെണ്ണിനെ മണവാട്ടി കൈ കൊണ്ട് അവിടെ തോപ്പിലേക്ക് പിടിച്ചിങ്ങോട്ട് അടുത്ത് നിർത്തിക്കൊണ്ട് ഈ മണവാളൻ ചെറുക്കനെ അവിടെ പുറയുന്നു മണവാട്ടിയുടെ പുറയുന്നു മാറ്റി നിർത്തിയ ഏതാണ്ട് കുടിച്ചിപ്പറ്റി മണപ്പിച്ച് നിൽക്കുന്ന അവന് ഓടിച്ച പോലെ. എന്നിട്ട് ഈ മെത്താൻ തന്നെ ഈ മണവാട്ടിയെ മന്ത്രോടി അണിയിക്കുന്നു. ഈ മന്ത്രകോടി അണിയിക്കുന്നത് മെട്ടാൻ തന്നെയാണെങ്കിൽ ഈ മിന്നൂട്ടൂടെ നിങ്ങളെ ആചാരങ്ങളൊക്കെ നിങ്ങളല്ലേ ഉണ്ടാക്കിയത്, അത് ആ മിന്നൂട്ടൂടെ നിങ്ങളങ്ങ് ചെയ്തേച്ച് ഈ നിങ്ങൾ സൗകര്യമുള്ളപ്പം അവളെ ആ ചെറുക്കൻ്റെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുവിട്ടാൽ നിങ്ങൾ അതിൻ്റെ ബാക്കിയൊക്കെ ഇപ്പം നടക്കുന്നത്. അത് പോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ ഡോക്ടർ നൈനാൻ വി ജോർജ് പറഞ്ഞു ദേവാലയത്തെക്കുറിച്ചൊരു ചിന്ത വേണം. പിന്നെ നിൻ്റെ അപ്പന്മാരാണോടാ ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? വിശ്വാസികൾ കൊടുത്തിട്ടാണ് അപ്പോൾ ദേവാലയം നടക്കുന്നത്. അല്ലാതെ നീയൊക്കെ നിൻ്റെ പോക്കറ്റിൽ 10 പൈസ കൊടുക്കുന്നുണ്ടോ? നീയൊക്കെ എന്തോ ഈ വിളിച്ച് പറഞ്ഞിരിക്കറിച്ചില്ല. വിശ്വാസികൾക്ക് ദേവാലയത്തെക്കുറിച്ച് ചിന്ത വേണം. ഫിസിക്കലി ഇല്ലെങ്കിൽ ഫൈനാൻഷ്യലി വേറെ അതിൻ്റെ ആവശ്യങ്ങൾ ഈ ദേവാലയം എങ്ങനെ നടക്കുന്നു എന്ന്. ദേവാലയം നടക്കലോടത്ത് സ്ഥിരമായിട്ടിരിക്കുന്ന അവിടെ നടത്തിപ്പുകാർ അത് നടത്തുകയല്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊക്കെ വിശ്വാസികളെ കുറ്റം പറയാനേ ഉള്ളൂ. നിൻ്റെയൊക്കെ പോക്കറ്റിൽ നീയൊക്കെ പുരോഹിത വർഗം, നീയൊക്കെ കാശും മേടിച്ച് എല്ലാം നീ കണ്ടു കാണുമല്ലോ. ഈ കഴിഞ്ഞ ഒരു മെത്താൻ പറഞ്ഞു കോർസോ സഭയിൽ റിട്ടയർ ചെയ്ത വിവാഹം ചെയ്ത് പുരോഹിതന്മാരുടെയും അവരുടെ ഭാര്യമാരെയും നോക്കേണ്ട കടമ വിശ്വാസികളുടെയാണ്. നിനക്കൊക്കെ ചേടിവനോട് ചെയ്യാവാടാ. നീ അതുകൂടെ പറ. ഇനി എന്താ പറയാനുള്ളത്? ഞാൻ പള്ളി വന്നിട്ട് നീ എന്ത് കൊടുക്കും? നിനക്ക് പൈസ കിട്ടത്തില്ല, അതിലാണ് നീ കരഞ്ഞു പോകുന്നത്, അല്ല ഒന്നിനുമല്ല. നിനക്ക് പറ, നീ കാര്യം പറ. നിങ്ങളുടെ വിശ്വാസികളെ കുറ്റം പറയുക. വിശ്വാസികളെ എങ്ങനെ നിങ്ങൾ നേർവഴി നിങ്ങൾ കുറ്റം പറയല്ലാതെ വിശ്വാസികൾ എന്ത് ചെയ്യണം? ദാനിയേൽ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചു. പർവ്വതത്തിരുമേനിയെ നിങ്ങൾ എപ്പോഴും പറയുമല്ലോ, എടാ നിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഏതുണ്ടടാ ഇന്നത്തെ കാലത്ത് പർവ്വതത്തിരുമയെ പോലെ ശുദ്ധനായ ഒരു മനുഷ്യൻ, ഒരു മെത്രാന്? നീയൊക്കെ നിന്റെ സ്വയമെന്ന് പറ. നീ എന്ത് നന്മപ്രവൃത്തി ചെയ്യുന്നുണ്ട്? വിശ്വാസികൾ പോട്ടെ, ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നീ ഒന്ന് പറ. നിനക്ക് കഴിയുമോ? കഴിയത്തില്ല. നീയൊക്കെ വിശ്വാസികളെ കുറിച്ച് പറയുക. മക്കളെ, ഇതൊക്കെ അധികം കാലം നിലനിൽക്കത്തില്ല. നിൻ്റെയൊക്കെ ഏതെങ്കിലും വിശേഷ ദിവസം വന്നാൽ പള്ളിമുറ്റത്ത് ഏറ്റവും പുതിയ മോഡൽ കാർ കാണണമെങ്കിൽ പള്ളിമുറ്റത്ത് വന്നാൽ മതി. നിൻ്റെയൊക്കെ എയർ കണ്ടീഷൻ കാറിൽ നടത്തിപ്പൊക്കെ അത് നിൽക്കുമെന്ന് കണ്ടുകൊണ്ടാണ് നീയൊക്കെ ഇപ്പം കരയുന്നത്. വേണ്ട, കരയണ്ട. കരയാൻ നീ സമയമുണ്ട്, ഇപ്പോഴേ കരയണ്ട. വിശ്വാസികൾ പള്ളിയെ നോക്കണം, ഫിസിക്കലി അല്ലെങ്കിൽ പള്ളിയുടെ നടത്തിപ്പിനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നു അതിന് വേണ്ടുന്നത് ചെയ്യണം. നിൻ്റെയൊക്കെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന പുരോഹിത വർഗത്തിൻ്റെ നീയൊക്കെ പറഞ്ഞു വരുന്നു. നിനക്ക് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നാണമില്ലട, നല്ല വിധത്തിൽ പറയടാ. നീ ആത്മീയ കാര്യം പറ. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഇന്നത്തെ കാലത്ത് എങ്ങനെ കൊച്ചു പിള്ളേരെ എങ്ങനെയൊക്കെ വഴിതെറ്റി പോകുന്നു, അവരങ്ങനെ പോകാതിരിക്കാൻ കുടുംബം മാതാപിതാക്കന്മാർ മക്കളെ എങ്ങനെ വളർത്തണം. ഇന്ന് നിങ്ങൾ കുടുംബത്തെ ശീതളമാക്കുകയാണ്. ഇപ്പം ഓർത്തോ സഭയെ കണ്ടുകൊണ്ട് ഓർത്തോ സഭയ്ക്ക് സ്ത്രീയ സമാജത്തെ മാത്രം മതിയല്ലോ. പുരുഷന്മാർ പ്രാർത്ഥനയും വേണ്ട. അവർക്ക് ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പെണ്ണുങ്ങളെ ദൈവീയ വേലയിലേക്ക് അടുപ്പിച്ച് ബൈബിൾ പറഞ്ഞിട്ട് നടത്തിയാൽ മതിയല്ലോ. അത് തന്നെ ഇപ്പം മർത്തമ സഭയിൽ തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീ സമാജത്തിലെ മാത്രം
പുരുഷന് വിലയില്ലാതെ വന്നു. അതൊക്കെ ഇന്ന് ഈ കഴിഞ്ഞ കല്യാണത്തിന് ഞാൻ കണ്ടതാണ്. പുരുഷന് വിലയില്ല. അത് നിങ്ങൾ സ്ത്രീകളെ അവരുടെ വാല്യൂ അവർക്ക് പറഞ്ഞു കൊടുത്തേച്ച് അവരെ ചൂഷണം ചെയ്ത് അവരെ കൈകാര്യം ചെയ്ത് കൊണ്ടുനടക്കാനായിട്ട് അന്ത്യകാലത്ത്, അതായത് ഹവ്വായുടെ അടുത്ത് സാത്താൻ ചെന്നു അവളെയും കൊണ്ട് പറയിച്ച് പാപം ചെയ്യാനായിട്ട് അവൾ ആദാമിനെയും കൊണ്ടും പാപം ചെയ്തു. അത് തന്നെയാണ് നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഓർത്തഡോക്സ് സഭ ചെയ്യുന്നത്. സ്ത്രീകളെ വശീകരിച്ച് അവരെ ഉൾഘോഷിച്ച് അവരെ വീട്ടിൽ കലഹമുണ്ടാക്കി. അത് തന്നെയല്ല, കലഹമുണ്ടാക്കുമ്പം ആ മനുഷ്യൻ എന്ത് ചെയ്യും? അവിടുന്ന് അവനെ കൂടെ പിടിച്ച് പാപത്തിലേക്ക് വലിച്ചഴക്കാൻ. എവിടെ? അന്ത്യക്രിസ്തുവിൻ്റെ വരവിലേക്ക്, അന്ത്യക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട്, അവനെ സ്തുതി പാടാനായിട്ട് നിങ്ങൾ പുരോഹിതവർഗം ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസത്തെ കൊണ്ടുപോകുന്നു. ഞാൻ പറയുന്നു, ഡോക്ടർ നൈനാൻ വി ജോർജ്, താങ്കളൊക്കെ പോയി തൂങ്ങിച്ചാകണം. വിശ്വാസികൾ തരുന്ന കാശല്ലാതെ എങ്ങനെ ഓരോ ദേവാലയം നടക്കുന്നത്? അത് നിൻ്റെയൊക്കെ പോക്കറ്റിലെ കാശാണോ? നിനക്കൊക്കെ ആ സമയത്ത് പൈസ കിട്ടിയില്ലെങ്കിൽ നീയൊക്കെ അവിടെ പ്രശ്നമുണ്ടാക്കും. ഇത് നീയൊക്കെ ഓർത്തഡോക്സ് ജാക്കോബ സഭ ഒന്നിച്ചെന്നു രമ്യതയാകാൻ പോകുന്നു. എൻ്റെ ഉദ്ദേശം കള്ളൻ കാതോലിക്കാരുടെ കീഴിൽ ജാക്കോബക്കാരോട് വരണം, അല്ലാതെ ആ ആത്മീയതയല്ല, അല്ല സഹോദര സ്നേഹമല്ല. നീയൊക്കെ കള്ളന് കഞ്ഞു വെച്ചവന്മാരെ, നീയൊക്കെ ഏത് കാലത്ത് നീയൊക്കെ വിശ്വാസികളെ കുറ്റം പറഞ്ഞുകൊണ്ട് അവൻ്റെ കാശ് മേടിച്ച് മിഷ്ടാന്നം 3 നേരവും 4 നേരവും മിഷ്ടാന്നം ഭോജനം കഴിച്ച് കുടുംബത്തെയും മറ്റതും പോറ്റി ഏർക്കട്ടി കാല് നടന്നിട്ട് ഓടി പിന്നെ വിശ്വാസികളെ കുറ്റം പറയുന്നു. നാണമില്ലാത്ത ജാതി.